നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ തന്ന കാശുകൊണ്ട് മഞ്ജുവിന് ശോഭനയൊന്നും വാങ്ങിക്കൊടുത്തില്ലല്ലേ? സാരമില്ല, ശോഭന അത് എടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ തന്നത്. സോറി ഗോപാൽജി. ഈ കല്യാണം നല്ല രീതിയിൽ നടന്നാല് ശോഭനയ്ക്കൊരു തുക തരാമെന്ന് പറഞ്ഞിരുന്നതല്ലേ? ഇത് എന്റെ അഡ്വാൻസ് ആയിട്ട് കരുതിക്കൂ. മഹേഷിന്റെ കൂട്ടുകാർക്കൊക്കെ ഞങ്ങളുടെ റിസോർട്ടിൽ റൂം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ അവിടെ സ്റ്റാഫ് ചെയ്തു തരും. അങ്ങനെ വിളിക്കാം. മോനെ സഞ്ജയ്, നമുക്ക് ഇറങ്ങിയാലോ? കല്യാണത്തിന്റെ കുറെ തിരക്കുകളുണ്ടേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ വരട്ടെ. ശരി മോളെ. കണ്ട ഗുണ്ടകളുടെ കൂടെ പാതിരാത്രി കറങ്ങി നടന്ന ഇവളെ പോലുള്ളവർക്ക് ഇത്രയും നല്ലൊരു പയ്യനെ കിട്ടിയല്ലോ. അവന്റെ വില മനസ്സിലാക്കി പെരുമാറിയ നിനക്ക് കൊള്ളാം. ഇവളോട് ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇവൾ കാളിയന്റെ വില മനസ്സിലാവൂല. കോരങ്ങന്റെ പൂമാല എന്ന് പറയും പോലെ. ചേച്ചി വിഷമിക്കില്ലേ മോളെ? അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഗോപാൽജിക്കും സഞ്ജയ്ക്കും നിന്നോട് നല്ല ബഹുമാനമാണ്. അത് മതി മോളെ. ഈ കല്യാണത്തോടെ മോള് രക്ഷപ്പെടും. മോള് മഞ്ജുവിനെ കണ്ട് സത്യം പറയാൻ വന്നതായിരിക്കും അല്ലേ? ഗോപാൽജി
എന്തു പറ്റി ഗോപാൽജി? വണ്ടിക്ക് ചെറിയൊരു ട്രബിള്. സഞ്ജു നോക്കിക്കൊണ്ടിരിക്കുക. മോള് വയ്ക്കോ, ഞങ്ങൾ നോക്കിക്കോളാം. നമ്മൾ ഇവളോട് എത്ര മാന്യമായിട്ടാ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. മഞ്ജുവിനോട് സത്യങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ വ്യക്തമാക്കിയതല്ലേ. എന്നിട്ടും എന്തായി കുട്ടി ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നു? നമ്മൾ പറഞ്ഞതുപോലൊന്നും ചെയ്യില്ല എന്ന് ഇവള് കരുതി കാണും. ഇവൾക്കൊക്കെ മനസ്സിലാവുന്ന ഭാഷ വേറെയാ, അതെനിക്കറിയാം. വേണ്ട, നിന്റെ തല്ലൊന്നും ഇവള് താങ്ങത്തില്ല. കാറ്റുമോ താൻ എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. തന്റെ മോന്റെ ശരിക്കുള്ള മുഖം ഞാൻ മഞ്ജുവിന്റെ മുന്നിൽ തുറന്നു കാണിക്കും. ഈ കല്യാണം ഞാൻ മുടക്കിയിരിക്കും. മഞ്ജുവിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓ പിന്നെ ഇവന്റെ അടുത്തുനിന്ന് അവളും മാധവനും കൂടെ രക്ഷിച്ചതിന്റെ നന്ദിയായിരിക്കും അല്ലടി. നീ തന്നെയല്ലേ മഞ്ജുവിനോട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും മാന്യനാണെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഒരു ഉടുപ്പില്ലാതെ നുണ പറഞ്ഞിട്ട് എന്താ ഇപ്പൊ പെട്ടെന്നൊരു മനമാറ്റം? ഞാൻ ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് എനിക്കന്നും അറിയായിരുന്നു. പക്ഷേ അപ്പൊ നിന്റെ കാശും സ്വാധീനവും കണ്ട് ഞാൻ പേടിച്ചുപോയി. ഓ എന്നിട്ട് ഇപ്പൊ പേടി മാറിയോ? നിന്റെ അമ്മയെ അമ്മാവന്റെ വീട്ടിലേക്ക് മാറ്റിയതിന്റെ ധൈര്യമായിരിക്കും ഈ കാണിക്കുന്നത്. എനിക്കിവിടെ ഫോണിൽ 2 കുത്തുകുത്തിയാൽ ഈ വിവരങ്ങളെല്ലാം കിട്ടും. നിന്റെ അമ്മാവന്റെ വീട്ടിൽ കയറി നിന്റെ അമ്മയെ തീർക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ലെന്നാണോടി നിന്റെ വിചാരം? ഞങ്ങൾക്കതൊരു വിഷയമേ അല്ല. നിന്നെ നിന്റെ അമ്മയും കൊന്ന് കടലിൽ താഴ്ത്തിയാൽ ഇവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും ചോദിക്കത്തില്ല. കേട്ടോടേ? തന്റെ ഭീഷണി കേട്ട് ഞാനിനി പേടിക്കില്ല. താൻ എന്ത് വേണേലും ചെയ്തോ, ഞാൻ മഞ്ജുവിനെ സത്യം അറിയിച്ചിരിക്കും. ഈ സത്യസന്ധത വല്ലാത്തൊരു അസുഖമാ. അത് ബാധിച്ചാ പിന്നെ തലച്ചോറ് പ്രവർത്തിക്കത്തേ ഇല്ല. ദൈവമേ, എനിക്കൊരിക്കലും ഈ അസുഖം വരുത്തല്ലേ. മോളെ, നീ ഇവിടുന്ന് രക്ഷപ്പെട്ടാലല്ലേ മഞ്ജുവിനോട് എന്തെങ്കിലും പറയത്തുള്ളൂ. അതിന് ഞാൻ സമ്മതിക്കത്തില്ല. അടങ്ങി ഒതുങ്ങി ഇതിനകത്ത് കടന്നാൽ നിന്നെ ഞങ്ങള് ജീവനോടെ വെക്കും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിന്നെ വെറുതെ വിടാം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിന്റെ മനസമാധാനത്തിനായി എല്ലാ സത്യങ്ങളും മഞ്ജുവിനോട് പറഞ്ഞു. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യം ഉണ്ടാകത്തില്ല. എടാ ജോസേ, ഇവളിവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയാ പിന്നെ ഒന്നും നോക്കണ്ട, ഒന്നും കളഞ്ഞേക്ക്. വരട്ടെ മോളെ, മോളിവിടെ റെസ്റ്റ് എടുക്ക് കേട്ടോ. വാടാ. ഡാഡി, ഇവളെ ജീവനോടെ വെച്ചേക്കേണ്ട വല്ല ആവശ്യം നമുക്കുണ്ടോ? അങ്ങ് തീർത്ത് കളഞ്ഞ ആ തലവേദന അങ്ങ് തീർന്നില്ലേ? എടാ, ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല. അത് മറയ്ക്കാൻ കുറെ പാടുപെടേണ്ടി വരും. വക്കീലിനും പോലീസിനുമായി കുറെ കാശ് ചെലവാവും. അതിനും മാത്രം നമുക്ക് വലിയ അപകടമൊന്നുമല്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇവള് നമ്മളെ എന്നാ ചെയ്യാനാ? ജോസേ, അവിടെ എപ്പോഴും നിന്റെ കണ്ണു വേണം.
ഒരു കാരണവശാലും ഒരു രക്ഷപ്പെടാൻ പാടില്ല. ഞാൻ നോക്കിക്കോളാം ഗോപാൽജി.